യെസ്, ഗുഡ് മോർണിംഗ് ഡിയേഴ്സ്. ചെറിയൊരു യാത്രയാണ്. സൗത്തിലോട്ടാണ് യാത്ര. സൗത്ത് മധുരയിലോട്ട്. ഇത് വന്നിട്ട് നമ്മുടെ ട്രിച്ചി, തിരുവനന്തപുരം ട്രിച്ചി ഇൻ്റർസിറ്റിയാണ്. നമ്മളെ ഗുരുവായൂരിൽ നിന്ന് വരുന്നതാണ്. ഗുരുവായൂരിൽ നിന്ന് രാവിലെ വരുന്ന ഗുരുവായൂർ ട്രിവാൻഡ്രം ഇൻ്റർസിറ്റി ഇവിടുന്ന് തിരിച്ച് തിരുവനന്തപുരം ട്രിച്ചി ആയിട്ട് പോകും. അപ്പം മധുര വരെ ഒന്ന് പോയിട്ട് മധുര മീനാക്ഷി അമ്മൻ കോവിലൊക്കെ ഒന്ന് കണ്ടിട്ട് പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. കുറേ നാളായി. പണ്ട് കുറേ വർഷം മുമ്പ് 96 കോമളൻ ചേട്ടനും കുട്ടൻ ചേട്ടൻ, സജീവ്, ബൈജു, ഞങ്ങൾ കൊടൈക്കനാൽ ട്രിപ്പിലാണ് ആദ്യമായിട്ട് മധുര മീനാക്ഷി അമ്മൻ കോവിൽ പോയത്. 96 അപ്പോൾ അതിനുശേഷം ഒരു സോളോ ട്രിപ്പാണ് മധുരയിലോട്ട്. കുറേ നാളായി മധുരയൊക്കെ ഒന്ന് കണ്ടിട്ട്. അപ്പോൾ ഒരു സൗത്തിലോട്ടൊരു യാത്ര, തമിഴ്നാട്ടിലോട്ടാണ്. അപ്പം ഇൻ്റർസിറ്റിയാണ്. ഇവിടുന്ന് ഒരാൾക്ക് 150 രൂപയാണ്. ടാക്സ് ഉൾപ്പെടെ GST ഉൾപ്പെടെ 168 ട്രെയിനിൽ. ഞാൻ ചേർക്കാറ് നോക്കിയപ്പോൾ എല്ലാം ഫുള്ള്. ഇന്നലെ രാവിലെയാണ് നോക്കിയത്, അപ്പോൾ ഫുള്ളായിരുന്നു. പിന്നെ ഇൻ്റർസിറ്റിയിൽ സിറ്റിംഗ് ആണ്. ഇതാണ് ട്രെയിൻ നമ്പർ 22,628. ട്രെയിൻ നമ്പർ 628. ഗുരുവായൂർ പോകാനും പറ്റിയ ട്രെയിനാണ്. എല്ലാ ദിവസവും വൈകുന്നേരം 5:30 ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്താൽ 12 മണിക്ക് ഗുരുവായൂർ എത്തും. നമുക്ക് ഗുരുവായൂർ പോയി തൊഴുത് വരാൻ പറ്റിയ ഒരു ട്രെയിനാണ്. ഞാൻ കഴിഞ്ഞ മാസം സെക്കൻഡ് സാറ്റർഡേയിൽ ഇതേ ട്രെയിനിൽ ആണ് ഗുരുവായൂർ പോയത്. അപ്പം എല്ലാ കാഴ്ചകളൊക്കെ പുറകെ കാണാം. ഓക്കെ, ഇതാണ് എൻ്റെ ഉൾഭാഗം. ഉണ്ടോ, നല്ല വിൻഡോയാണ്. കണ്ടോ, സൂപ്പറാണ് കേട്ടോ. പുതിയ LHB കോച്ചാണ്. സൂപ്പർ. നല്ല കോച്ചാണ് കേട്ടോ. LHB കോച്ചാണ് പുതിയ. ഗുരുവായൂർ പോകാൻ നല്ല ഇതാണ്. ഗുരുവായൂരൊക്കെ പോകാൻ വേണ്ടി നിങ്ങൾക്ക് പറ്റിയ ഒരു ട്രെയിനാണ് കേട്ടോ. വളരെ ചിലവ് കുറച്ച്. ഇതിൽ ജനറലും ഉണ്ട്. ജനറലിൽ ഞങ്ങൾ ടിക്കറ്റ് റേറ്റ് കുറവാണ്. പക്ഷേ അല്ല, സൂപ്പറാണ്. നല്ല വൃത്തിയുള്ള കോച്ച്, നല്ല സീറ്റ്. കറക്റ്റ് 11:35 തന്നെ എടുത്തിട്ടോ. ഷാർപ്പ് ടൈം 11:35. നമ്മുടെ തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷൻ മൊത്തം മെയിൻ്റനൻസ് നടക്കുകയാണ്. പണി റിനോവേഷൻ നടക്കുകയാണ്. എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ട് നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ. ഫ്രണ്ട് സൈഡും ബാക്കും ഒക്കെ റിനോവേഷനാണ്. ബൈ. നാഗർകോവിൽ ജംഗ്ഷനായി കേട്ടോ. 1 മണിയായി ഏകദേശം. നാഗർകോവിൽ ജംഗ്ഷൻ. ആളുവാൽമൊഴി. ഇവിടെ മൊത്തം നമ്മുടെ വിൻഡ് മില്ലാണ് കേട്ടോ. സൂപ്പറായിരിക്കുന്നത്.
നാർവാൻമൊഴി. ഇവിടെ നമ്മുടെ വേട്ടയ്യൻ്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ ഷൂട്ട് ചെയ്യുന്നുണ്ട്. വേട്ടയ്യൻ രജനികാന്തിൻ്റെ നാർവാൻമൊഴി ഈ വിൻഫാമിൻ്റെ സൂപ്പർ. തിരുനെൽവേലിയായില്ല, 2:20 തിരുനെൽവേലി. തിരുനെൽവേലി ജംഗ്ഷൻ. കോവിൽപ്പെട്ടി എത്തി. കോവിൽപ്പെട്ടി 3:46 കോവിൽപ്പെട്ടി. ട്രെയിൻ സാത്തൂർ എത്തി. സാത്തൂർ ഒരുപാട് പ്രാവശ്യം ഈ സാത്തൂറിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. പ്രവീണും ശുഭവും കൂടി ഈ കലണ്ടർ പ്രിന്റ് ചെയ്യാൻ വേണ്ടി ശിവകാശിയിൽ പോകും. അപ്പം എപ്പോഴും പറയുന്നൊരു സ്ഥലമാണ് സാത്തൂർ. സാത്തൂർ ഇറങ്ങിയിട്ടാണ് ഇവർ ശിവകാശിക്ക് പോകുന്നത്. സാത്തൂർ പ്രിന്റ് ചെയ്യാൻ വേണ്ടി. സഫയറൊക്കെ കേട്ടിട്ടുള്ള ഒരു പ്രസ്സാണ് സഫയർ. പിന്നെ ഷാജി ചേട്ടൻ പറഞ്ഞ് കേട്ടിട്ടുണ്ട് ഈ സാത്തൂർ. അത് പ്രിന്റിങ്ങിന് ശിവകാശിയിലാണ്, പിന്നെ അടുത്താണ് ശിവകാശി. അപ്പോൾ ശിവകാശി പോകുന്നവരെല്ലാം ഈ സാത്തൂർ ഇവിടെ ഇറങ്ങിയിട്ടാണ് പോകുന്നത്. സാത്തൂർ. അപ്പം സാത്തൂർ എത്തി. മണി 4:04 സാത്തൂർ. ഇനി ബിരുദനഗർ കഴിഞ്ഞാൽ മധുരയായി. ബിരുദനഗർ കഴിഞ്ഞിട്ട് മധുര ജംഗ്ഷനായി. ഒരുപാട് പ്രസ്സും മറ്റു കാര്യങ്ങളുള്ളത് ഈ ശിവകാശിയിലാണ്. പടക്ക്, നമ്മുടെ ദീപാവലിക്ക് പടക്കെടുക്കാൻ വരുന്നതും ശിവകാശിയിലാണ്. അതേപോലെ പ്രിൻറ്റിങ്ങിന്, ബൾക്ക് പ്രിൻറ്റിങ്ങിന്, കലണ്ടർ, ഡയറിയൊക്കെ പ്രിൻറ്റ് ചെയ്യുന്നത് ശിവകാശിയിലാണ്. അപ്പം നിങ്ങൾ ഒരുപാട് തവണ ശുഭവും പ്രവീണും മിക്ക പുതുവർഷം ആരംഭിക്കുമ്പോഴും ഡിസംബർ മാസത്തിൽ അവർ പല കമ്പനികളിൽ നിന്നും കലണ്ടർ, സൊസൈറ്റികളിൽ നിന്നൊക്കെ അതിൻ്റെ ഹെഡിങ് ശേഖരിച്ചിട്ട് അതിൻ്റെ ടെംപ്ലേറ്റ് ഉണ്ട്. നമ്മൾ അതിൻ്റെ ഹെഡ് കൊടുത്താൽ മതി.
ബാക്കിയെല്ലാം അവർ ചെയ്തോളും. സാത്തൂർ. അപ്പോഴേ സാത്തൂർ പറഞ്ഞു കേട്ടൊരു സ്ഥലം ഇപ്പം കാണാൻ പറ്റി, സാത്തൂർ റെയിൽവേ സ്റ്റേഷൻ. താങ്ക് യു ഷിബു, പ്രവീൺ, നിങ്ങളെയൊക്കെ ഓർക്കാൻ പറ്റി ഈ സ്ഥലം കണ്ടപ്പോൾ, നമ്മുടെ ലോഗിൻ ഗ്രാഫിക്സും ഒക്കെ. ഏതോ സിമെന്റ് ഫാക്ടറിയാണ് കേട്ടോ, പേരറിയില്ല. തുരുക്കപ്പെട്ടിയിൽ ക്രോസിങ്ങിന് വേണ്ടി പിടിച്ചിട്ടൊക്കെയാണ്. ഇവിടെ സ്റ്റോപ്പില്ല, പക്ഷേ ക്രോസിങ്ങിന് വേണ്ടി പിടിച്ചിട്ടേക്കാണ്. പക്ഷെ സൂപ്പർ സ്ഥലം, ആകാശം ഒരു രക്ഷയില്ല, സൂപ്പർ. തുരുക്കപ്പെട്ടി ക്രോസിങ്ങിന് വേണ്ടി പിടിച്ചിട്ടേക്കുന്നത്. ഇപ്പം അടുത്തതിനിപ്പം ബിരുദനഗറിലാണ് സ്റ്റോപ്പുള്ളത്. ബിരുദനഗർ കഴിഞ്ഞാൽ അടുത്ത മധുര ജംഗ്ഷൻ. 4:45 റൈറ്റ് ടൈം കാണിക്കുന്നത്. വന്ദേ ഭാരതിന് വേണ്ടി പിടിച്ചിട്ടതാണ് ട്രെയിന്, വന്ദേ ഭാരത്. ഡിണ്ടിഗൽ വിരുദനഗർ എത്തി കേട്ടോ. ട്രെയിൻ ലേറ്റാണ്, മണി ഇപ്പം 5:04. നേരത്തെ എത്തുമെന്ന് പറഞ്ഞാണ്, പക്ഷേ ട്രെയിൻ ലേറ്റാണ്. ഇപ്പോൾ വിരുദനഗർ എത്തി കേട്ടോ. വിരുദനഗർ ട്രെയിൻ ലേറ്റാണ്. ഇനി അടുത്ത സ്റ്റേഷൻ നമ്മുടെ മധുരയാണ്. അടുത്ത സ്ഥലം നമ്മുടെ മധുര. ഇപ്പം വിരുദനഗർ. അങ്ങനെ മധുര ജംഗ്ഷനിലെത്തി. 5:38 ലേറ്റാണ്. 5:38 മധുര ജംഗ്ഷൻ. ഓക്കെ, മധുര ജംഗ്ഷൻ 5:38 ലേറ്റാണ്. 1 മണിക്ക് 4:45 ആണ് എത്തേണ്ട റൈറ്റ് ടൈം, പക്ഷേ ഇപ്പോഴാണ് എത്തിയത്. 5:38. ഇതാണ് മധുര ജംഗ്ഷൻ. മധുരൈ സെൻട്രൽ, മധുരൈ ജംഗ്ഷൻ. ഇതാണ് റെയിൽവേ സ്റ്റേഷൻ. റെയിൽവേ സ്റ്റേഷൻ പണി നടക്കുകയാണ് കേട്ടോ, ഗോപുരമൊക്കെ ചെയ്യുന്നുണ്ട്. എല്ലാ റെയിൽവേ സ്റ്റേഷനും മെയിൻ്റനൻസ് ആണ്, റിനോവേഷനാണ്. വലിയൊരു നാഷണൽ ഫ്ലാഗ് ഇവിടെ ഉണ്ട് മധുര. പിന്നെ ഒരു ബോഗി വെച്ചിട്ടുണ്ട് കേട്ടോ, മെയിൻ്റനൻസ്. മധുര റെയിൽവേ സ്റ്റേഷൻ മെയിൻ്റനൻസ്. ഒരു ബോഗി വെച്ചിട്ടുണ്ട്, ഒരു ബോഗി, നാഷണൽ ഫ്ലാഗ്, മധുര ജംഗ്ഷൻ. ഫ്രണ്ട്സ്, അപ്പോഴേ റൂം എടുത്തു. ഗ്രീൻ ഹൗസ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ പ്രേമ വിലാസ്, എന്താ പറയുക, തിരുനെൽവേലി ആലുവ കിടക്കുന്നൊരു ഷോപ്പുണ്ട്. അതിനടുത്ത് നമ്മുടെ ഓഫീസിലെ ടീച്ചർ പറഞ്ഞ റെഫറൻസാണ്. പക്ഷേ പഴയ ഒരു ഹോട്ടലാണ്, പക്ഷേ സംഭവം കൊള്ളാം. അടുത്ത് തന്നെയാണ്, അതായത് റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തായിട്ടാണ്. ഇനിയിപ്പോൾ റൂം നോക്കാം. ഇതാണ് റൂം. 1300 കേട്ടോ. 2 ദിവസമുണ്ട്. TV ഉണ്ട്, നോൺ AC ആണ്, ഫാനാണ്, വലിയ പ്രശ്നമില്ല. വാഷ്റൂമും ഓക്കെയാണ്.
വാഷ്റൂമ് വലിയ പ്രശ്നമില്ല. അപ്പം 2 ദിവസം ഈ റൂമുമായിട്ടാണ് പിന്നെ. ഇതാണ് സിംഗിൾ ബെഡ്, പഴയ ഒരു ലോഡ്ജാണ്, ഗ്രീൻ ഹൗസ്. TV ഉണ്ട്, ഒരു മിറർ ഉണ്ട്, സംഭവം ചെയറ് ഒക്കെ ഉണ്ട്. ഇതാണ് ഇന്ന് 2 ദിവസം മധുര ഗ്രീൻ ഹൗസ് ആണ് പേര് കേട്ടോ. ഗ്രീൻ ഹൗസ്. കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട് 2 ദിവസം. രാവിലെ 7 മണി തൊട്ട് 10 മണി വരെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട് കോംപ്ലിമെൻ്ററി ആയിട്ട്. അപ്പോൾ ഓക്കെ, ഇനിയിപ്പം ഒന്ന് ഫ്രഷായിട്ട് പുറത്ത് പോകണം. ഇന്നിനിപ്പോൾ അമ്പലത്തിൽ കയറാൻ നോക്കുന്നില്ല, ഒരുപാട് ടയേർഡായി. അപ്പം നാളെ രാവിലെ ക്ഷേത്രത്തിൽ പോകാനാണ് പ്ലാൻ. ഇന്ന് മൊത്തം മധുര സിറ്റി ഒന്ന് രാത്രി വൈകിട്ട് ഇതാണ് റൂം നമ്മുടെ. ഇന്ന് വൈകുന്നേരം രാത്രി കാഴ്ചകൾ, മധുരയുടെ രാത്രി കാഴ്ചകളൊക്കെ നോക്കി എന്തെങ്കിലുമൊക്കെ ഫുഡ് വെറൈറ്റി കഴിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ. അപ്പോൾ നാളെ രാവിലെ ഏർലി മോർണിംഗിൽ അമ്പലത്തിൽ പോയി തൊഴാനാണ് പ്ലാൻ. അപ്പോൾ ഒന്ന് ഫ്രഷായിട്ട് വീണ്ടും ഓക്കെ. ഇതാണ് അപ്പോൾ ഗ്രീൻ ഹൗസ് റെസ്റ്റോറൻറ്റ്. സൂപ്പർ. റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ ഗ്രീൻ ഹൗസ്. റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്താണ് സംഭവം. കൊള്ളാം. സൂപ്പർ. അതുപോയ ക്ഷേത്രം നടയിലാണിത്, പടിഞ്ഞാറേ നട. ക്ഷേത്രം മെയിൻ്റനൻസ് ആണ് കംപ്ലീറ്റ്. അതിൻ്റെ ഗോപുരം പണി നടക്കുകയാണ്. അപ്പോൾ രാവിലെ തൊഴാമെന്നാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത്. അതിനടുത്ത് തന്നെ ഒരു ജൈന ടെമ്പിൾ ഉണ്ട്. ജൈന ടെമ്പിൾ പടിഞ്ഞാറേ നടയാണ്, വെസ്റ്റ് നട. भैया आएंगे देखो। हाँ കൊത്തു പൊറോട്ട ഒരിക്കലും ഒരു കൊഞ്ചം അവിടെ കൊത്തു പൊറോട്ട. ഒരു രക്ഷയില്ലാത്ത ട്രാഫിക് കേട്ടോ. ഇവിടുന്ന് ഉടനെ അടിച്ചിട്ട് പോകുന്നത്. നമ്മുടെ നാട്ടിലെ പോലെ അല്ല ഇവിടെ. ചെറിയ വഴി കൂടെയൊക്കെ ഹെവി ട്രാഫിക്കാണ്. വലിയ ഒരു നന്ദിയുടെ ശില കേട്ടാ. ക്ഷേത്രത്തിൻ്റെ കിഴക്ക് ഭാഗമാണ്. കിഴക്ക് വാസം എന്നാണ് പറയുന്നത്. കിഴക്ക് അത് ഓരോ എൻട്രൻസ്, 4 എൻട്രൻസിൻ്റെ ഒരു എൻട്രൻസാണ് അല്ല. ഒരു വലിയ നന്ദി. ട്രാഫിക് ഒരു രക്ഷയില്ല. ട്രാഫിക് അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. ഓ സൂപ്പർ കേട്ടോ.
ഒരു എൻട്രൻസ് ആണ് കേട്ടോ ഇത്. രക്ഷയില്ല. എല്ലാം കച്ചവടക്കാർ വന്ന് മറഞ്ഞു കളഞ്ഞു കേട്ടോ. വലിയ സംഭവമാണ്. പക്ഷെ ചുറ്റിനും കച്ചവടക്കാർ മീൻസ് എനിക്കൊന്നും ചെയ്ത് എൻട്രൻസ് ആണ്, മെയിൻ എൻട്രൻസ് ആണ്. നോക്കൂ, എന്ത് ഭംഗിയാണ്. പക്ഷെ അത് കച്ചവടക്കാർ വന്ന് അതിൻ്റെ ഫുൾ ഭംഗി പോയി. അതിൻ്റെ നാല് ചുറ്റിനും രക്ഷയില്ലാത്ത ആണ്. ഒരു നന്ദിയാണ്, നന്ദി. ട്രാഫിക് ഒരു എക്സ്ട്രാ ട്രാഫിക് അവിടുന്ന് ഇവിടുന്ന് ഒക്കെ വരും. നോക്കി പോയില്ലെങ്കിൽ എല്ലാം കൂടെ ഇടിച്ചിടും. ഹെവി ട്രാഫിക്കാണ്. അമ്പലത്തിന് 4 ചുറ്റുകൾ. പ്രിയ filter coffee. Filter coffee. നോക്കൂ, ഒരു രക്ഷയില്ല. ഫുൾ ക്രൗഡാണ് അവിടെ. ഇവിടെയൊക്കെ రండి రావాలి. എല്ലാം മെയിൻ്റനൻസ് ചെയ്യണം. 4 ഗോപുരങ്ങളും പുതിയതായിട്ട് പെയിന്റ് അടിച്ച് റെഡിയാക്കുകയാണ്. ഇത്ര മനോഹരമായ സംഭവമായിരുന്നു. പക്ഷെ അതിൻ്റെയൊക്കെ അവിടെ ഓരോ കച്ചവടക്കാർ കൊണ്ടുവച്ച് അതിൻ്റെ ഭംഗി കളഞ്ഞു. അതാണ് വിഷയം. ഇവിടെ നിന്നല്ല, എല്ലായിടത്തും അങ്ങനെയാണ്. നമ്മുടെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ അവിടെ ആയാലും എല്ലാം ഇതൊക്കെ നല്ല രസമുള്ള സംഭവമാണ്. പക്ഷെ കച്ചവടക്കാർ ആകെ 96 വന്നതാണ്. ഞങ്ങൾ കൊടൈക്കനാലിൽ പോകാൻ വേണ്ടി കോമളം ചേട്ടൻ, കുട്ടൻ ചേട്ടൻ, ഞാൻ, സജീവ്, ബൈജു എല്ലാവരും കൂടി വന്നതാണ് ഈ ക്ഷേത്രം. 96 വന്നല്ല, രാത്രി കാണിച്ചു. രാത്രി എന്ത് ജനം തോന്നി, ഒരു രക്ഷയില്ല. சரிண்ணா சரி கேட்டு தப்பா போயிடுச்சாண்ணா. ரெண்டாவது ஏஆர்எஸ்ல போய் சேர்த்து விட்டுருக்கா சொல்லியிருந்தா அப்படி அலைய முடியாதா அப்படின்னு தப்பு டிக்கெட்டா.
அவங்ககிட்டயே வந்து ஆர்டர் பண்ணி வாங்கிட்டு போனோம். ഈ ഗോപുരമേ നമ്മൾ ദൂരെ നിന്ന് നോക്കുമ്പം ചരിഞ്ഞ പോലെ തോന്നും, പക്ഷെ അടുത്ത് വന്ന് നോക്കുമ്പോൾ കുത്തനെ സ്ട്രൈറ്റ് ആയിട്ടിരിക്കും. കിഴക്ക് സൗത്താണ്, സൗത്ത്. ഇതാണ് ഞാൻ താമസിക്കുന്ന ലോഡ്ജ്, ന്യൂ കോളേജ് ഹൗസ്. റെയിൽവേ സ്റ്റേഷനിൽ തൊട്ടടുത്താണ് കേട്ടോ. റെയിൽവേ സ്റ്റേഷന് തൊട്ടടുത്ത് ഇവിടുന്ന് നേരെ കാണുന്നതാണ് ക്ഷേത്രം. ബെസ്റ്റ് നടയാണ് നേരെ കാണുന്നത്, ബെസ്റ്റ് നട. ഇതിനകത്ത് 1300 രൂപ നോൺ AC, 1800 AC. ഒരു പഴയ ബിൽഡിങ്ങാണ്, പക്ഷേ കാം ആൻഡ് ക്വയറ്റാണ്, നല്ല ഇതുകൊണ്ട്. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നടന്നു പോകാം. ബസ് സ്റ്റാൻഡൊക്കെ ഇത് വളരെ അടുത്താണ്. ഫേമസ് ആയ തിരുനെൽവേലി ഹൽവ പ്രേമ വിലാസ് കേട്ടോ. തിരുനെൽവേലി ഹൽവ 20 രൂപയാണ് കേട്ടോ, 20 രൂപ. തിരുനെൽവേലി ഹൽവ ഇതാ ഞാൻ താമസിക്കുന്നതിൻ്റെ അടുത്താണ് കേട്ടോ. നമ്മുടെ കോളേജ് ഗേറ്റിൻ്റെ അടുത്ത്, കോളേജ് തിരക്ക് കണ്ടോ, ഹലുവ വാങ്ങാനുള്ള തിരക്കാണ്. പ്രേമ വിലാസ് ഇത്രയും ഒരു രക്ഷയില്ല കേട്ടോ. ഹലുവ, തിരുനെൽവേലി ഹലുവ. ഇലയിലാണ് തരുന്നത്, ഇലയില കേട്ടാ. സൂപ്പർ സംഭവം. തിരുനെൽവേലി ഹൽവ പ്രേമ സൂപ്പർ കേട്ടാ. എന്തായാലും തിരുനെൽവേലി ഹൽവയാണ്. തിരുനെൽവേലി നല്ല മണമുണ്ട്. ടേസ്റ്റ് കൂടി നോക്കാം. ടേസ്റ്റ് തിരുനെൽവേലി ഹൽവ. സാമി പടത്തിൽ നമ്മളെ വിക്രം പറയുമ്പോഴേ ഒരു ആഗ്രഹമായിരുന്നു, സാമി പടത്തില് തിരുനെൽവേലി ഹൽവ സൂപ്പർ. സൂപ്പർ. അലിഞ്ഞു പോകണം വായിലിട്ട്, അങ്ങനെ അലിഞ്ഞു പോകണം വായിലിട്ടുമ്പോൾ. സൂപ്പർ മെൽറ്റായി പോകണം. 20 രൂപയാണ് കേട്ടോ. 20 രൂപയാണ്. ഇതാണ് സംഭവം. റെയിൽവേ സ്റ്റേഷന് അടുത്താണ്, ഒരു രക്ഷയില്ല. സൂപ്പർ കേടാ. വായിലിട്ടാൽ അലിഞ്ഞു പോകുന്നത്. കുറേ വീഡിയോസിൽ ഇത് കണ്ടായിരുന്നു, കുറേ ഈ കട ഒരുപാട് വീഡിയോസിൽ കണ്ടായിരുന്നു. അപ്പോൾ തേടി പിടിച്ച് വന്നതാണ്. സൂപ്പറായിരുന്നു, അടിപൊളി. ചിക്കൻ തണ്ട, മധുര സ്പെഷ്യൽ ചിക്കൻ തണ്ട. ഓക്കെ, അപ്പോൾ പ്രിയപ്പെട്ടവരെ, ജിഗർത്തണ്ടയൊക്കെ കുടിച്ചു. സൂപ്പറായിരുന്നു, സൂപ്പർ രുചിയായിരുന്നു കേട്ടോ ജിഗർത്തണ്ട. അപ്പോൾ ഇനി നേരെ റൂമിലോട്ടാണ്. ഇന്നിപ്പോൾ ഇനി റെസ്റ്റ് എടുത്ത് നാളെ രാവിലെ ക്ഷേത്രത്തിൽ പോകാം. അപ്പോൾ ഓക്കെ.